This is the olive. ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ദേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് റയനാറാണ്. റയനാറിൽ എയർപോർട്ടിൽ കൂടെ നമ്മൾ പോയി, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി, അങ്ങനെ നമ്മൾ എവിടെ പോവുകയാണ്? അഥൻസിൽ നമ്മളെത്തി. അഥൻസ് ഗ്രീസിൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിൽ കൂടെ നടക്കുക. അവിടെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയേക്കണേ. ഓക്കെ, അപ്പോൾ എയർപോർട്ടിൽ മാത്രം അടിയിലും കൂടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളൂ. വേറെ നിങ്ങൾ എവിടെ ചെന്നാലും ഗ്രീക്ക് ഭാഷയാണ് മോനെ. അവിടെ ആൾക്കാർ സംസാരിക്കുന്നതും കുറവാണ്, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ എയർപോർട്ടിലെത്തി, ഞങ്ങൾ ടാക്സി പിടിച്ചു. ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പതുക്കെ ഞങ്ങളുടെ സ്റ്റേയുടെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഫ്രഷനപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുവാണ് ബസ് പിടിക്കാൻ വേണ്ടി. നമ്മുടെ ഫസ്റ്റ് സൈറ്റ് സീയിങ് ആണ്. സൈറ്റ് സീയിങ്ങിലേക്ക് നമ്മൾ നടന്ന്, നമുക്കവിടെ ബസ് പോയിൻ്റ് ഉണ്ട്. ആ ബസ് പോയിൻറ്റിലെത്തിയിട്ട് വേണം നമുക്ക് പോകാൻ. അതുവഴി നമ്മൾ സീബ്ര ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ പടയെന്ന് പറഞ്ഞ് വണ്ടി പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ആണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. സൈറ്റ് സീയിങ്ങിന് വേണ്ടിയുള്ള ബസ്സാണ് കേട്ടോ കാണുന്നത്. അതുപോലത്തെ തന്നെ ഒരു ബസ്സിലാണ് നമ്മളും കയറിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ കയറി കഴിയുമ്പോൾ അവർ നമുക്ക് ഹെഡ്ഫോൺ തരും. ആ ഹെഡ്ഫോണിൽ വെച്ച് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. നമ്മളിവിടെ ഹെഡ്സെറ്റ് കുത്തണം, അവർ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഹെഡ്സെറ്റ് നമ്മൾ കുത്തന്നെയാണ്. ഇവിടെ പോർട്ട് ഉണ്ട് കേട്ടോ, അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഈ ഹെഡ്സെറ്റിൽ കൂടെ നമുക്ക് ഓരോ സ്ഥലം എത്തിക്കഴിയുമ്പം ആ സ്ഥലത്തെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഇതിലൂടെ കേൾക്കാം കേട്ടോ. അങ്ങനെ 2 പേർക്കും ഓരോ ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ ഞെക്കുന്ന ഓരോ സ്റ്റേഷനാണ്. ആ ഒരു സ്റ്റേഷൻ നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ ആ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്തായാലും അതിൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നമ്മൾ എടുത്ത്, നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷ് കേട്ടുകൊണ്ട് പോവുക കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങും. ഇവിടെ കുറേ ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുതിരയിൽ പോയി കറങ്ങി നടന്ന് കാണാം. അല്ലാതെ നമുക്ക് ഇതുപോലെ നടന്നും പോകാം കേട്ടോ എല്ലാത്തവരും. ഇവിടെ കുറേ പേര് നടന്ന് തളർന്നൊക്കെ നിൽക്കുന്ന, ഇടയ്ക്കൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ചിലരൊക്കെ പോകുന്നത്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണത്തിൽ എല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ് കൂടുതലും. മ്യൂസിയം, പണ്ടത്തെ രാജാക്കന്മാരുടെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെ. അപ്പോൾ ഹിസ്റ്ററി അറിയാൻ ആഗ്രഹമുള്ളവർക്കും ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്കും ഇവിടെ വന്നിട്ട് നമുക്ക് അഥൻസിലെ കുറേ കാര്യങ്ങൾ കാണാം. അല്ലാത്തൊരു ഞങ്ങളെ പോലെ വെറുതെ കണ്ടിട്ട് പോവാം അല്ലേ. പോയാലോ? എന്നാ നിങ്ങൾ ഞങ്ങൾ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. മുകളിൽ എന്താ എന്നറിയില്ല. കുറേ പൂക്കളുണ്ട് ഇവിടെ, കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. പിന്നെ പുല്ലൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. സോഫ്റ്റ് പുല്ല്, ഒലീവ് മരങ്ങളാണ് ഇവിടെ ചുറ്റിനും. പിന്നെ ഇതൊരു സീക്രട്ട് സ്പോട്ടും കൂടെ കേട്ടോ. സീക്രട്ട് എന്ന് പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അവിടെ നിന്നൊക്കെ വരുന്നവരെ. പക്ഷേ ഈ ഒരു ഏരിയയിൽ, ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഒറ്റ മനുഷ്യൻ വരില്ല. അതുകൊണ്ട് നിങ്ങൾ കപ്പിൾസോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട്, ക്രൗഡിൻ്റെ ശല്യമൊന്നും വേണ്ടെങ്കിൽ ഈ സ്പോട്ട് വന്നാൽ മതി. ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ കുറേ വഴികളുണ്ടാവും. ആ എല്ലാ വഴികളുടെയും നടുക്കത്തൊരു വഴിയാണിത്. പക്ഷേ ഇവിടെ ആരും അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല, എന്തോ അറിയില്ല. ബട്ട് ഇനി ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ വരാത്തതെന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് നൈസ്. ആരും ഇല്ലാത്ത, ശല്യം ഇല്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫോണൊക്കെ ആരെങ്കിലും തട്ടിപ്പിടിച്ചുകൊണ്ട് പോകുമെന്നൊന്നും പേടിക്കേണ്ട. അങ്ങനെയൊന്നും അല്ല ഇവിടെ. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയെല്ലാം തോന്നുന്നു. ഇവിടുത്തെ ടൂറിസ്റ്റും അങ്ങനെയല്ല, എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി പോകുന്നു. സോ ഇറ്റ്സ് ഫൈൻ. അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്കെല്ലാം ഇവിടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത്, ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു ഒലീവ് മരങ്ങളാണ്. എനിക്കെന്താ നോശാന ഞായറാഴ്ച നമുക്ക് ഇവിടുന്ന് മറ്റേ ഒലീവിൻ്റെ ഇല കിട്ടത്തില്ലേ, അപ്പോൾ ആ ഒരു ചെടി വെച്ചാന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് എനിക്കങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഒലീവ് മരങ്ങളുണ്ട് ഇവിടെ. നമുക്ക് മോളി വരെ പോയി നോക്കാം അല്ലേ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്നേക്കുന്നു. This is the olive. Yeah. The olive is a symbol for the Olympic winners, for the champions. Oh. Okay. Three positions.
താങ്ക് യു സോ മച്ച്. Thank you too. Ευχαριστώ. താങ്ക് യു. Thank you too. One moment and one gift for the lady. യോ This is for you. It's my helmet. Oh. This is my helmet. താങ്ക് യു. Athens helmet. Thank you very much. താങ്ക് യു. അങ്ങനെ പുള്ളിക്ക് ബൈ ബൈ കൊടുത്ത് ഞങ്ങൾ തുടരുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുണ്ടെന്ന് ഉള്ളൊരു മാപ്പാണ് കേട്ടോ ഇതിൻ്റെ അത് കാണുന്നത്. പിന്നെ അത് നേരെ അങ്ങോട്ട് പോയി ടിക്കറ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ ബാഗേജ് സ്റ്റോർ, ചെക്ക് ഇൻ, എലിവേറ്റർ ഉണ്ട് ഡിസേബിൾ പേഴ്സൺസിന് വേണ്ടി. പിന്നെ നമുക്ക് ടൂറിസ്റ്റ് ഗൈഡിനെ ഇവിടെ കിട്ടും. പിന്നെ മ്യൂസിയം ഷോപ്പുണ്ട്, കാർഡ് ഫോൺ ഉണ്ട്, റിഫ്രഷ്മെൻറ്റ് ഷോപ്പും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഞാനിപ്പോൾ തന്നെ സ്റ്റെപ്പ് കയറിയിട്ടു. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, വെള്ളം കുടിക്കണമെങ്കിലുള്ള റിഫ്രഷ്മെൻറ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ്സും പകരം. അപ്പം മെയിനായിട്ട് നമുക്ക് അതാണ് വേണ്ടത്. ആ രണ്ട് സാധനങ്ങൾ ഇവിടെയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ മേളിലോട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കാം കേട്ടോ. ഇതിൽ ഇവിടെ ആണെന്ന് തോന്നുന്നു പ്രശസ്ത പൗലോസ്ലിഹ വന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പണ്ട് ഇവിടെ എഴുതിയേക്കുന്നത് അറിയത്തില്ലാത്ത ദൈവത്തെക്കുറിച്ചാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ക്രിസ്തു വന്നതിന് ശേഷം പിന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുകയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വെച്ച് പുള്ളി പറഞ്ഞ കാര്യം ഫൈനൽ ജഡ്ജ്മെൻറ്റും റെസ്റ്ററേഷൻ ഓഫ് ഡെഡുമാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും അവസാന നാളുകളിൽ ദൈവം വരുമെന്നും നമ്മളെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ളവർക്ക് വേണ്ടി പ്രസംഗിച്ചു എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ദൂരോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബിൽഡിംഗ് കാണാം. നമുക്കവിടെ പോകണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് വേണം പോകാൻ. സോ ആ ടോപ്പിൽ ചെന്ന് കഴിയുമ്പം ഇതുപോലെ ഫുൾ വ്യൂ കിട്ടും. അപ്പോൾ പകരം നമ്മളിവിടെ വേറൊരു മലയാണ്, നമുക്കിവിടെ ടിക്കറ്റ് വേണ്ട, നമുക്കിവിടെ കയറാം. കുറേ സ്റ്റെപ്പ് 18-ാം പടി കയറി ഞാൻ വരികയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തി എന്ന് പറയാറായിട്ടില്ല, കുറച്ചും കൂടെ പോകണം. നമുക്കിന്ന് പതുക്കെ എഴുതി അവിടുത്തെ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് കാണാം. നമുക്ക് ആ കുഞ്ഞ് സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ട് പിന്നെ വലിയ സ്റ്റെപ്പുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നേരെയുള്ളൊരു ഫ്ലാറ്റ് സർവീസാണ്. അപ്പോൾ നമുക്കിങ്ങനെ കയറി പോകാം. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ബിന്നൊക്കെ ഉണ്ട്. ഇവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് നോക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നല്ല കാര്യം. അതുകൊണ്ട് ഇവിടെ വൃത്തികേടാക്കാതെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലം അടിപൊളിയാണ്. പറ്റൂ. അപ്പോൾ ദേ ഓമ്പോ അടിപൊളി. ഇതാണ് ഗ്രീസ്, ഇതാണ് അഥൻസ്. ഫുൾ വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. എല്ലാ ബിൽഡിങ്സും മലകളും പോലത്തെ സ്ഥലങ്ങളാണ് ഇവിടെ. സൂക്ഷിക്കണം, തെന്നുന്നുണ്ട് കേട്ടോ. നല്ല സന്ധ്യ. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ടിക്കറ്റ് കൊടുത്ത് കയറേണ്ട സ്ഥലം. ആ ടോപ്പിലും കുറച്ചും കൂടെ ഒരു ടോപ്പ് വ്യൂ കിട്ടുമെന്ന് തോന്നും. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അതെ ഇതുപോലത്തെ വ്യൂ തന്നെയാണ്. കുറച്ചും കൂടെ ഹൈറ്റിൽ കാണാം. ദാറ്റ്സ് ഓൾ. അത്രയും ഡിഫറൻസേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ താഴോട്ട് നോക്കുവാണെങ്കിൽ ഈ ഇവിടുത്തെ കല്ലുകളെ നോക്കിക്കേ. ഈ കല്ലുകളൊക്കെ ശരിക്കും തെന്നുന്നത് നിങ്ങൾക്ക് കാണുന്നത്. നല്ല ഷൈനിങ് ആണ്. നോക്കൂ, ഉണ്ടോ? നല്ല ഷൈനിങ് ആണ്. വെയിലും കൂടെ തെളിയുന്നതുകൊണ്ട് നല്ല ഷൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതൽ. അവർ ഓൾറെഡി അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച് കയറണം, സ്ലിപ്പാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കയറണം. അങ്ങനെ കൊള്ളാം. അഥൻസിൽ പറയാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് ഇതൊക്കെ വിസിറ്റ് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ ആ ബിൽഡിംഗ് ഉണ്ടോ? എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ആ ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ദൂരെ നോക്കുമ്പോൾ കാണാം
കുറേ ബിൽഡിങ്സാണ് മെയിനായിട്ട് ഇവിടുത്തെ. കാരണം ഇത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് കുറേ ബിൽഡിങ്സും പഴയ കാലത്തെ എല്ലാ ഗ്രീക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങ് ദൂരെ നോക്കുമ്പോൾ നമുക്ക് കുറേ മലകൾ കാണാം. പിന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും അവിടെയും ബിൽഡിങ്സും മലകളൊക്കെ ഉണ്ട്. ആ ടോപ്പിലൊരു കുന്നിൽ ഒരു ചെറിയ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. മോസ്കോ പോലത്തെ എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഗോപുരങ്ങളാണ് ഇവിടെ. ഇവിടെ ഫുള്ള് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഗ്രീസ് അറിയപ്പെടുന്ന ഫുൾ കുഞ്ഞു കുഞ്ഞു ഗോപുരങ്ങളെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ സാന്തോറിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതലും നമുക്കങ്ങനെ ഗോപുരങ്ങൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഫുൾ ബിൽഡിങ്സാണ്. അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അവിടുത്തെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി കേട്ടോ. ഇവിടെ ഫുൾ ആൻറ്റിക് കളക്ഷൻസാണ്. എന്തൊക്കെയോ കുറേ സ്റ്റാച്യൂസും പഴയ പോട്ട്സ്, ഷെൽസ്, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെലിക്കുക കേട്ടോ. പിന്നെ അവിടെ ആ ഷോപ്പും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ബസ്സും പിടിച്ച് അടുത്ത പ്ലേസിലേക്ക് പോയി. പിന്നെ ഞങ്ങൾക്ക് നല്ലപോലെ വിശന്നു. പോകുന്നതിന് മുമ്പ് ഞങ്ങളവിടെ ഒരു കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളതേ അടുത്ത ബസ് കയറി അത്തൻസിൻ്റെ ആ മേലകളെല്ലാം കവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളടുത്ത അങ്ങനെന്ത് പറഞ്ഞ പേര് പ്രൊണൗൺസ് ചെയ്യാൻ പാടാ ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് പോകാൻ നമ്മൾ വേറെ ബസ് കയറണം കേട്ടോ. അപ്പോൾ ഈ ബസ് ഞങ്ങൾ കയറി ഇവിടെ ആരും ഇല്ല, നിങ്ങൾക്ക് കാണാം ഫുൾ എംപ്റ്റി ആണ്. അതുകൊണ്ട് വിശാലമായിട്ട് നമുക്കിങ്ങനെ ഓടി നടന്ന് ഷൂട്ട് ചെയ്യാം. മരത്തേക്ക് നോക്കുക എല്ലാവരും ഓറഞ്ചുകളാണ്. നമ്മുടെ നാട്ടിൽ മാവമ്മ കാച്ചു നിൽക്കുന്ന പോലെയാണ് ഇവിടെ ഓറഞ്ചസ് ഇഷ്ടംപോലെ സ്ഥലത്ത് ഞാനിപ്പോൾ കണ്ടു. കുറേ ഓറഞ്ച് മരങ്ങളുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് പണ്ടത്തെ പാർലമെന്റ് ആയിരുന്നു. ഇപ്പം അവർ ജസ്റ്റ് ഒരു മ്യൂസിയം പോലെ ആക്കിയേക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുറകിൽ നിന്ന് മാറി ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വ്യൂ എടുക്കാമല്ലോ. അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറ്റി. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ക്വയർ അപ്പം അതെ ഇതിവിടെയാണ് സിറ്റി സെൻറ്റർ. ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. സിറ്റി സെൻറ്ററിൽ തന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ഈ നടുക്ക് കാണുന്നതാണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇവിടെ വെള്ളങ്ങളുണ്ട്, വെള്ളച്ചാട്ടം നല്ല രീതിയിലുണ്ട്. ഈ കാണുന്ന ഓരോ ഹോട്ടൽസും ഉണ്ട്, രസമാണ്. ആ മുകളിലുണ്ടോ ഓരോ മലമുകളിലാണെങ്കിൽ അവിടെ ഇതുപോലെ വീടുകളാണ്. നമ്മുടെ അവിടെയൊക്കെ മലമുകളിലും മല മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മലയുടെ മണ്ടയിലും വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ സിറ്റിയിലുള്ള ഷോപ്പുകൾ. നമ്മളത് മാർട്ടിൻ ഷോപ്പ് എന്നൊക്കെ പറയില്ല. നമ്മൾ നാട്ടിലാണെങ്കിൽ എറണാകുളത്ത് ബ്രോഡ്വേ എന്നൊക്കെ പറയണ പോലെ ഉള്ള സെറ്റപ്പാണ്. നമുക്കിപ്പോൾ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത്. ഈ കാണുന്ന റെയിൽവേ പാളം കേട്ടോ ഇതിൻ്റെ അടുത്ത്. ഈ ഒരു പ്ലേസിലാണ് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ ഈ സിറ്റിസിലാണുള്ള ഗ്രീസ് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പുറത്ത് നമുക്ക് കാണാം ഗാർഡൻ പോലത്തെ സെറ്റപ്പ് ഉണ്ട്, അടിപൊളിയാണ്. ഷോപ്സ് ഉണ്ട്. ഇതാണ് ക്രൂസ്. ഇത് ക്രൂസ് ടെർമിനൽ എ. നമ്മളെ ഫ്ലൈറ്റിൽ ടെർമിനൽ എ, ടെർമിനൽ ബി എന്നൊക്കെ പറയണ പോലെ ഇതാണ് ഇവിടുത്തെ ടെർമിനൽ എ. കണ്ടോണ്ടിരിക്കണത് നോക്കൂ, ഷിപ്പുകളും നീല കളറിലെ കടലാണ്. ഇതിൽ എന്നാ വിളിക്കണ്ടേന്ന് എനിക്കറിയില്ല. നല്ല ബ്ലൂ വാട്ടർ. എനിവേ നല്ല ബ്ലൂ, അടിപൊളി. ഇത് ഒരു സിറ്റിയാണ്, പക്ഷെ ഈ സിറ്റിയുടെ ഉള്ളിൽ ഒരു
ദ്വീപോലെ സെറ്റപ്പ് ചെയ്തേക്കോ കേട്ടോ. നിങ്ങളിതിൻ്റെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. അതിൻ്റെ ഇമേജസിൽ നോക്കിയാണോ ഒരു സിറ്റീൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണ ഒരു സംഭവം കേട്ടോ ഇവിടെ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലതേ ബ്ലൂ ഡോം പോലത്തെ ഒരു സെറ്റപ്പ് കാണാം. കണ്ടാ പള്ളിയാണ്. ഇത് കണ്ടോ ഇത്രയും വലിയ, ഓ മൈ ഗോഡ്, ഞാൻ അതായിട്ട് ക്രൂസ് വലുതായിട്ട് നേരിട്ട് കാണുന്നത്. ഭയങ്കര വലിയ ക്രൂസാണ്. ഈ ക്രൂസിൻ്റെ പേര് വിക്കിംഗ് വെസ്റ്റ എന്ന് പറഞ്ഞ ക്രൂസാണ് കേട്ടോ. പുറയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷിപ്സ് കാണാം. പെരസ്, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, പെരസ്. തേർഡ് ലാർജസ്റ്റ് മുനിസിപ്പാലിറ്റി ഓഫ് ഗ്രീസ് ആണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ സിറ്റി സ്ക്വയർ ആണ്. ഇവിടുത്തെ പഴയ മോസ്കോ ഒക്കെ കാണാം. ഈ പണ്ട് പിന്നെ ഇവിടെ മറ്റേ ഇതുണ്ട്, കഫേസ് ഉണ്ട്, പിന്നെ ഈ ഹാൻഡിക് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്ന് പറയണേ. ഏറ്റവും ടോപ്പിക് കാണുന്ന മല ഉണ്ടോ, പണ്ട് രാജാക്കന്മാർ ഉണ്ടായിരുന്ന സമയത്തുള്ള ബിൽഡിങ്സ് ആണ് ആ കാണുന്നത്. ഭയങ്കര തിരക്കുണ്ട് കിട്ടുന്നു. നല്ല ടെമ്പറേച്ചറാണ് കേട്ടോ, നല്ല ചൂട്. നാട്ടിലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ ബസ്സിൽ കയറിയപ്പോൾ ആൾക്കാർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഗ്ലാസ്സസും ഹാറ്റ്സും ഒക്കെ വെച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അറിയുമ്പോൾ സൈറ്റ് സീയിങ് ആയതുകൊണ്ട് നല്ല ചൂടും വെയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഷോപ്പ്. നമുക്ക് എവിടെ കയറണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. ഫുഡിൻ്റെ ആണെങ്കിൽ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ. നല്ല പ്ലേസാണ്. ബിൽഡിങ്സ് ആട്ടോ ഇവിടെയെല്ലാം അടുപ്പിച്ച് ബിൽഡിങ്സ് ഉണ്ട്. ഓഫീസസ് ഒക്കെ ആയിരിക്കും. പിന്നെ വീടുകളും ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ട് അടുത്തടുത്തായിട്ട്. ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഷിപ്സും കാര്യങ്ങളും കാണുകയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെയൊക്കെ പുറകിലായിട്ട് മൗണ്ടെയിൻസും ഉണ്ട്. ഒരു ഫാന്റാസ്റ്റിക് വ്യൂ കേട്ടോ. മൗണ്ടെയിൻസ്, വാട്ടർ, സിറ്റി. എല്ലാ ബോട്ടയിലും കൊടിയുണ്ട് കേട്ടോ. ഇവരുടെ കൊടി ഇവരെല്ലായിടത്തും പിടിപ്പിക്കും. ഞാനിപ്പോൾ കുറേ വന്നപ്പോൾ തൊട്ട് എല്ലായിടത്തും കാണുന്നുണ്ട്. അവരുടെ ഫ്ലാഗിനെ അവർ ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ പറഞ്ഞു. ഈ ഷോപ്പ് ഇവിടെ 1001 നട്ട്സിന്റെ പല വെറൈറ്റീസ് ഓഫ് നട്ട്സ് ഈ ഷോപ്പിൽ കിട്ടുമെന്നാട്ടോ പറയണേ. പിന്നെ ഇത് കുറേ മസാലകളൊക്കെ ഉള്ള കടയാന്ന് തോന്നുന്നു. വെറൈറ്റീസ് ഓഫ് നട്ട്സ്. അത് മാർക്കറ്റാട്ടോ, മീനിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റാണ് കേട്ടോ അവിടെ. നമുക്ക് ഇതിൻ്റെ അകത്ത് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആ മാർക്കറ്റിൽ കിട്ടും. മീൻ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. നമ്മൾ വരുവാണെങ്കിൽ അടുത്ത ഷോപ്പ് നോക്കാം. ഇവിടെ എന്തൊക്കെയോ ഹെർബ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ എന്തൊക്കെയോ സാധനങ്ങളാട്ടോ. സിറ്റിയുടെ നടുക്കൊക്കെ ഓറഞ്ച് മരങ്ങള്. എന്താ സുഖ കയറുക പറക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സിറ്റിയുടെ നടുക്കാണ് ഈ ദ്വീപ്, എന്താ ഇതിന് പറയാൻ, ദ്വീപോ വെള്ളമോ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് എന്താ ഇവിടുന്ന് നടുക്ക് ഇങ്ങനെ വെള്ളം എന്നൊക്കെ പറയണ. ഇത് വല്ലാത്തൊരു സീനറി തന്നെ കേട്ടോ. ഒരു സൈഡിൽ സിറ്റി, ഒരു സൈഡിൽ വെള്ളം, നീലാകാശം, നീലവെള്ളം. താഴെ ലേക്ക് പോലെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലേക്ക് ഉണ്ട് താഴെ. ഇതാ കാണുന്നതാണ് സ്റ്റേഡിയം. നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. ആ സ്റ്റേഡിയം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ബിൽഡിങ്സ് തന്നെയാണ് തോന്നുന്നത്. നമ്മളിപ്പോ കുറച്ചും കൂടെ അടുത്തേക്ക്, ആ വ്യൂവിന്റെ അടുത്തേക്ക് എത്തിയേക്കാണ്. ബസ് സ്റ്റോപ്പ് നിക്രിലിമാനോ എന്നൊക്കെ പറഞ്ഞോണ്ട്. അതല്ലായിരുന്നോ സ്റ്റേഡിയം നമ്മളവിടെ വെച്ച് കണ്ടത്?
ഇത് നേരത്തെ ഹോട്ടലായിട്ടാണ് കേട്ടോ. ആ കാണുന്ന ബിൽഡിങ് ഹോട്ടലായിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നാഷണൽ ബാങ്ക് ആയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. ഇതാണ് ചുറ്റും നിൽക്കുകയാണ് ഇഷ്ടംപോലെ പീജൻസ് സറൗണ്ടായിട്ട് കൊണ്ട് കേട്ടോ. അവിടെ ഈ സൈഡിലൊക്കെ ആൾക്കാർക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മറൈൻ ഡ്രൈവിലൊക്കെ ഇങ്ങനെ സൈഡിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെയർസും ബെഞ്ചസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐലൻഡ് ആണിത്. പിന്നെ നമ്മൾ ഇനി അടുത്ത 2 ദിവസമാണ് ഇനി ശരിക്കും ഐലൻഡ്സിലേക്ക് പോകണം. മെയിൻലാൻഡ് ഇതാണ്, അത്തൻസ് ആണ് മെയിൻലാൻഡ്. അത് കഴിഞ്ഞിട്ട് ഇനിയും കുറേ ഐലൻഡ്സ് ആണ് ഇനിയുള്ളത്. നമ്മൾ അടുത്ത 2 ദിവസം ഐലൻഡ്സിലേക്ക് പോകും കേട്ടോ. അതെ, ഈ സിറ്റിയുടെ പേര് എഴുതിയ ഐ ലവ് പിയൂസു എന്ന് പറഞ്ഞ് എഴുതിയേക്കണേ. വാവ്, സൂപ്പർ. ആ ബ്ലൂ വാട്ടർ നോക്കൂ, അടിപൊളി. മല, സിറ്റി, ബീച്ച് കേട്ടോ ഇത്. ആ ബീച്ചിന്റെ നടുക്കുണ്ട് ഒരു ഐലൻഡ് പോലെ സംഭവം. അടിപൊളി. ഐ ഹോപ്പ് ഇവിടുത്തെ ബീച്ചിലെ വെള്ളത്തിന് ചൂടായിരിക്കും. കാരണം നമ്മുടെ UK ബീച്ചാണെങ്കിലും നമുക്ക് വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബീച്ച് സൈഡ് ആയതുകൊണ്ട്. മറ്റിടത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ഫീൽ ചെയ്യും. യെസ്, നമുക്കൊന്ന് ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ പൈൻ തോട്ടങ്ങൾ പോലെ അവര് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വാവ്, അടിപൊളി, നല്ല സീൻ. അതെ, നടുക്കൊരു ഐലൻഡ് ഉണ്ട് ചെറുതായിട്ട്. മാരിയോട്ട് ഹോട്ടൽ കണ്ടു, ഗ്രാൻഡ് ഹയാട്ട് കണ്ടു. ആ പോകുന്ന ബ്ലൂ വാനാണ് ഇവിടുത്തെ ആംബുലൻസ്. ബ്ലൂ ലൈറ്റ് ഇട്ട് പോകുന്നു. ബ്ലോക്കിൽ എങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ബ്ലോക്കിൽ കൂടെ കിടക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നതുണ്ടോ, ഇത് ഇവിടുത്തെ ഏറ്റവും ബിസിയസ്റ്റ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ ഒരു റൂഫിൻ്റെ അണ്ടറിൽ തന്നെ 73 ഷോപ്സ് ഫുഡിൻ്റെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഷോപ്പാണ്. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ മാർക്കറ്റാന്ന് പറയുന്നത്. കൊള്ളാം, നല്ല പ്ലേസ്. ട്രാമ്പാണ്, ട്രാംസ്. നിങ്ങളെ കാണുന്നതാണ് ട്രാംസ്. ബ്ലൂ കളർ വിത്ത് ഗ്രേ കാണുന്നുണ്ടോ? അപ്പോൾ അതാണ് അവിടുത്തെ ട്രാംസ്. ഈ ഓറഞ്ചുകൾ നമുക്ക് പറിക്കാലോ. അടുത്ത ട്രാമ്പ് വരുന്നുണ്ട് ഗൈസ്. മുമ്പ് ട്രാമ്പ് പോയ റെയിൽവേ പാളം ഇതാട്ടോ. റെയിൽവേ പാളം ട്രാമ്പിന്റെ പാളം ഇതാട്ടോ. അതെ, 2 റോഡിന്റെ ആ നടുക്കൂടെ പോയി. റോട്ടിൽ കൂടെയും പോകും കേട്ടോ. അപ്പൊ അതിന്റെ നടുക്കൂടെ ഇങ്ങനെ പോയത്. നല്ല ട്രാഫിക് ഉണ്ട്. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സ്ഥലമായതുകൊണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ടൈം ആയതുകൊണ്ട് നല്ല തിരക്ക്. വേറെ തിരക്കാണ്. പള്ളിയാണ്. ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ ഏഷ്യൻ ചർച്ച് എന്ന് പറയുന്നത്. 97% ഓഫ് ആൾക്കാർ ഇവിടെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ്. ഈ കാണുന്നതാണ് ആർക്കിയോളജിക്കൽ മ്യൂസിയം, നാഷണൽ ആർക്കിയോളജിക്കൽ മ്യൂസിയം.
നമ്മുടെ സൈറ്റ് സീയിങ് ഇന്നത്തെ കഴിഞ്ഞു. ഇനി ഹോട്ടലിൽ റൂമിൽ ചെന്ന് ഷവറൊക്കെ ചെയ്തൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം നമുക്ക് നാളെ നമ്മുടെ മെയിൻ സ്പോട്ടായ സാന്റോറിനി വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെയും ലൈക്ക് ഒന്ന് നൈറ്റ് വ്യൂ ഇവിടുത്തെ എങ്ങനെയാണെന്ന് ആസ്വദിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ശരിക്കൊരു നൈറ്റ് ലൈഫ് ഉണ്ട്. UK പോലെയല്ല, ഇവിടെ നൈറ്റ് ലൈഫൊക്കെ ഉണ്ട്. എപ്പോഴും ആൾക്കാർ ലൈവാണ് ഇവിടെ. അതുകൊണ്ട് ഇപ്പോഴും സമയം എത്രയോ 12 മണിയോ 1 മണിയും കണ്ടായെന്ന് തോന്നുന്നു. അപ്പോഴും വണ്ടികളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രാമ്പും ഒക്കെ എല്ലാം ലൈവാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾ പിന്നെ എത്തിയിരിക്കുന്നു. അങ്ങനെ നിങ്ങളോട് വൈൻഡപ്പ് ചെയ്യുവാണ്. Until then, bye for now.